ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുശ്രീ കുക്കിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വെറും 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടൊമാറ്റോ ഫ്രൈ ആണ്. പാനിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഓയിലും കൂടെ ഒന്ന് ചൂടായി വരണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഉലുവ പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത് പൊടിയായിട്ട് ഇങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഉലുവ അതേപോലെ തന്നെ ചേർത്ത് കൊടുത്താലും മതി. ഇനി നല്ല ബ്രൗൺ കളറാവുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള വളരെ തിന്നായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറിയത് അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പച്ചമുളകും യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മുളക് പൊടിയും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് ഞാൻ മുളക് പൊടി വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ. നമ്മൾ ടൊമാറ്റോ ഫ്രൈക്ക് ടേസ്റ്റ് കൊടുക്കുന്ന 2 പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒന്ന് പച്ചമുളകും മറ്റൊന്ന് കറിവേപ്പിലയാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാൻ ടൊമാറ്റോ ഇങ്ങനെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്, കുറച്ച് തിക്കായിട്ടാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കറിയാം ടൊമാറ്റോ വേവുമ്പോൾ അതിനകത്ത് ഓൾറെഡി വെള്ളം റിലീസാവും. അതുകൊണ്ട് നമ്മൾ അധികം വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഒരു 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ വെള്ളം മതിയാവും. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് സമയം നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ ടൊമാറ്റോ ഫ്രൈ റെഡിയാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് കുറച്ച് സമയം കൂടുതലെടുക്കുമെന്ന്. പക്ഷേ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ വെറും 2 മിനിറ്റിനുള്ളിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ഫ്രൈ നമുക്ക് റെഡിയായി കിട്ടും. ഇതൊന്ന് അടച്ച് വയ്ക്കാം. 2 മിനിറ്റ് സമയം കഴിഞ്ഞു. അപ്പോൾ ടൊമാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അതിനുശേഷം ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൂടിലിരുന്നിട്ട് കറിവേപ്പില നന്നായിട്ടൊന്ന് വാടി കിട്ടും. കറിവേപ്പിലയുടെ ടേസ്റ്റ് കൂടെ നമ്മുടെ കറിക്ക് കിട്ടും. ഇനിയാണ് ഞാനിതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത്. 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ അവസാനം ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ശർക്കരയോ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ ഫ്രൈക്ക് ഓൾറെഡി നല്ല എരിവും നല്ല പുളിയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ മധുരവും കൂടെ വന്നപ്പം എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്ന നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും അതേപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയ അടിപൊളി കറിയാണ്. വളരെ ടയേർഡായിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനി വേറെ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് മടി തോന്നുന്ന സമയങ്ങളിൽ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ വീഡിയോകൾ ഇനിയും കിട്ടുന്നതിനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.